ഇനി മാമോദിസ വ്രതം ഏറ്റുവരുന്നതിന്റെ ഭാഗമാണ്. നമ്മിൽ മിക്കവരും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മാമോദിസ സ്വീകരിച്ചവരാണ്. അന്ന് നമ്മുടെ മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളുമാണ് നമുക്ക് വേണ്ടി സഭയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞത്. ആ വിശ്വാസ സത്യങ്ങൾ നമുക്കിപ്പോൾ ബോധപൂർവം ഏറ്റുപറയാം. ഉത്തരം പറയണം, പറയണം. സർവശക്തനും പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടികളുടെ ആദിജാതനും യുഗമെല്ലാം പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സത്യവും പിതാവിനോടെ സത്യമാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും നീ വിശ്വസിക്കുന്നുവോ? മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡാസഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉരുത്തിരിക്കുകയും ചെയ്തുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സത്യത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ ഭാഗത്തിരിക്കുന്നുവെന്നും മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വരുമെന്നും വിശ്വസിക്കുന്നുവോ? പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും നീ വിശ്വസിക്കുന്നുവോ? ഏകവും പരിശുദ്ധവും സ്നേഹിതവും സാർവത്രികവുമായ സഭയിലും നീ വിശ്വസിക്കുന്നുവോ? പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസ്സിലും നീ വിശ്വസിക്കുന്നുവോ? നമ്മുടെ കർത്താവ് രാജ്യത്തേക്ക് നമ്മൾ ക്ഷണിക്കുകയും അക്ഷയവും അനിശ്ചയവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടെ തന്നെ ജീവദായകമായ സുവിശേഷം വഴി ശിഷ്യഗണത്തോളം ചെയ്തു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ എന്റെ പുനരുത്ഥാനത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധി അഭംഗം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ ഗ്രഹിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയെടുപ്പുമായി ജീവിച്ച് ഞങ്ങൾ നിന്റെ സുവിശേഷത്തിന് സാക്ഷികളാകട്ടെ. എല്ലാ ജനമതങ്ങളും തന്നെ അറിയുവാനും വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുവാനും സഭയിൽ നിന്ന് പകർത്തപ്പെടുത്തുവാനും ഇടവരട്ടെ. നിന്റെ ശരീരവുമായ എല്ലാ വിപത്തിലും സുരക്ഷിതമായിട്ടേ പോകും.